നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. മോമിനീങ്ങളെ, ഈ റമദാനിലെ മൂന്നാമത്തെ പത്തുക്ക് കടന്നു. ഇനി നമുക്ക് അടുത്തൊരു പത്തുക്ക് കടക്കാനില്ല. ഈ പത്താകട്ടെ അത് നരകമോചനത്തിന്റെ 10 ദിവസമാണ് താനും. അതുകൊണ്ടാണല്ലോ നമ്മള് ദിക്റുകളിലൊക്കെ ഇന്നൊരു മാറ്റം ഉണ്ടായി. നരകമോചനത്തിന്റെ ദിക്റാണെന്ന് നമ്മൾ ചൊല്ലിയത്. എന്തായിരുന്നു ദിക്റ്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി എന്ന് ചൊല്ലണം. ചിലർ അല്ലാഹുമ്മ അഅ്തിഖ്നി എന്ന് ചൊല്ലും. അങ്ങനല്ല, എങ്ങനെ ചൊല്ലണം? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തിഖ്, നീ മോചിപ്പിക്ക്, നീ എന്നെ മിനന്നാരി, നരകത്ത് നന്താകെ മോചിപ്പിക്ക്. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ എന്നെ സ്വർഗ്ഗത്തിൽ കടത്തി തരും ചെയ്യണേ എന്നാ പറയണം. ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10, അവിടെ റഹ്മത്തിനെ ചോദിച്ച ദുആ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, അവിടെ മഗ്ഫിറത്തിന്റെ ദുആ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെ 10 ഇവിടെ നരകമോചനത്തിന്റെ ദിക്റ് ചൊല്ലി. പിന്നെ ഒരു ദിക്റ് ഏറെ വന്നിട്ട്. ഏതൊരു ദിക്റ്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ആ ദിക്റ് ഇവിടെ വരാനുള്ള കാരണം എന്താ അറിയങ്ങള്? ഒരിക്കൽ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഒരു രാത്രി ഇന്ന് ലൈലത്തുൽ ഖദറാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താന്നാ ചോദ്യം. എന്നുവെച്ചാൽ അന്ന് കൂടുതൽ നിസ്കരിച്ചോന്നല്ല മറുപടി. എന്താ മറുപടി പറഞ്ഞത്? യാ ആയിഷ അക്സിരി മിൻ ഖൗലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്റ് നല്ലോണം അധികരിപ്പിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലൈലത്തുൽ ഖദറിന്റെ ദിക്റാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒറ്റയിട്ട രാവിലൊക്കെ തറാവിയൊക്കെ കഴിഞ്ഞ പെരിയിൽ പോയാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 101 വട്ടം എല്ലാവരും അത് ചെല്ലണം. കാരണം അത് ഈ രാവിലെ സ്പെഷ്യൽ ദിക്റാണ്. അപ്പൊ ഈ ഒറ്റയിട്ട 5 രാവിലെ ഏതെങ്കിലും രാവിലെ ലൈലത്തുൽ ഖദർ ഉണ്ടാകുമല്ലോ, എന്നാ ഒരു 101 ഉണ്ടെങ്കിലും കടന്നോട്ടെ. അത് ചെല്ലുമ്പോ ശ്രദ്ധിക്കും വേണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ എന്നാണ്. ചിലവർ അവിടെ അഫുവ്വുൻ എന്ന് ചെല്ലും. ഫാഇന് സുക്കൂന് കൊടുത്ത് അഫുവ്വുൻ എന്ന് ചെല്ലരുത്. ഫാഇന് ലൊമ്മ കൊടുക്കണം, വാവിന് ശബ്ദം കൊടുക്കണം. അപ്പൊ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ. അഫുവ്വ് എന്ന് പറഞ്ഞാൽ നല്ലോണം മാപ്പ് ചെയ്യുന്നവൻ. അല്ലാഹുവേ, തീർച്ചയായിട്ടും നീ അഫുവ്വാണ്, നല്ലോണം മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അനക്ക് മാപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അവിടെ അഫ്വ്, അവിടെ ഫാഇന് എന്താണ്? സുക്കൂനാണ്. വാവിന് ശബ്ദം ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്നെല്ലാരും ചൊല്ലിക്കാണി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഒന്നുകൂടി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കൂട്ടി കണ്ടു ചൊല്ലിക്കാണി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ഒറ്റയിട്ട രാവിലൊക്കെ ഈ ദിക്ർ ധാരാളമായിട്ട് ചെല്ലണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് തരട്ടെ. നിങ്ങളെ ഒറ്റ ഹദീസ് ഓതി നിർത്താൻ നോക്കണം. ഈ ദുനിയാവില് നമുക്കൊരു പെരണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്രോളം ഇടങ്ങാറാണ്. ചിലവർക്ക് 40 ആയപ്പോഴും പെരപ്പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല. 50 വയസ്സ് വരെ അധ്വാനിച്ചപ്പോഴും ചിലവർക്ക് പെരപ്പണി ആയിട്ടുണ്ടാവില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്ന് പറയുന്നത് എത്ര ആശ്വാസം നൽകുന്ന കാര്യമാണ്. അള്ളാഹു നമ്മളൊക്കെ വീടുകളിൽ ബറക്കത്ത് തരട്ടെ. വീട് ആകാത്തോല ആരെങ്കിലും നമ്മളെ ഈ ശബ്ദം കേൾക്കണോലുണ്ടെങ്കിൽ അള്ളാഹു ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല സന്തോഷമുള്ള വീട് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ചില ആളുകൾക്ക് ഒരു വീടായി എന്ന് കൂട്ടിക്കൊള്ളി. ആ ആയ വീടിന്റെ ബാധ്യത തീരാൻ പിന്നെ എത്ര കൊല്ലം അധ്വാനിച്ചു. കൊല്ലങ്ങളായിട്ട് ക്വാർട്ടേഴ്സുകളിലും വാടക വീടുകളിലും കഴിയുന്ന എത്ര ആൾക്കാരുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരായുസ് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഒരു നല്ല വീട് കിട്ടിയെന്ന് കുട്ടിക്കൊള്ളി. എന്നാഞ്ഞപ്പോ ആ വീട്ടിലുള്ള സൗകര്യപത്രമാണ്. ഈ ദുനിയാവിലെ ചില രാജാക്കന്മാരൊക്കെ വസിക്കണ പാലസുകളും കൊട്ടാരങ്ങളും ഒക്കെ അല്ലേ, അതിലൊന്നും ഇപ്പൊ താമസിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത്രയും അധ്വാനിച്ചിട്ടാണ് ഇപ്പൊ ഈ പറയണത്. ഒരു സാധാ ഒരു വീട് കിട്ടി എന്നല്ലാതെ ഒരു നല്ല കൊട്ടാരത്തിലാണ് ഞാൻ താമസിക്കണമെന്ന് പറയാൻ 1 ലക്ഷത്തിൽ ഒരാൾക്ക് കഴിയൂല. എവിടെ കഴിയണം?
കഴിയൂല. ഇതാണ് ദുന്യാവിന്റെ അവസ്ഥ. അപ്പൊ ഇനി ആഖിറത്തിൽ അള്ളാന്റെ സ്വർഗലോകത്ത് അപ്പൊ ഒരു മനുഷ്യനൊരു കൊട്ടാരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ തൗഫീഖാണ് നോക്കണം. എന്നാ നമ്മൾ ഈ ദുനിയാവിൽ ഈ 60-70 കൊല്ലം ഇടങ്ങേറായ മാതിരി ഇടങ്ങേറാകണോ ആഖിറത്തിൽ ഒരു കൊട്ടാരം കിട്ടാന്? വേണ്ട. അള്ളാഹു വലിയ റഹ്മാനാണ്. നമ്മളോട് എന്തോ ഒരു കാരുണ്യാണ് അള്ളാഹ്ക്ക് നരങ്ങള്, എന്തോ ഒരു ഇഷ്ടമാണ് അള്ളാഹ്ക്ക് നരങ്ങള്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു സ്വർഗം കൊടുക്കും. സ്വർഗല്ല, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ കൊടുക്കും. പക്ഷെ എന്തുണ്ട് നരങ്ങള്? പതിവാക്കണം. അതാണ് എന്റെ പ്രശ്നം. ഇടങ്ങേറുണ്ടോ? ഇല്ല. എന്തായാ മതി? പതിവാക്കിയാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്താൽ ഹത്താ യഖ്തിമഹാ, ആ സൂറത്ത് പൂർണ്ണമായിട്ട് ഒരാൾ പാരായണം ചെയ്താൽ 10 മർറാത്ത്, 10 തവണ പാരായണം ചെയ്താൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഒരാള് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 10 തവണ പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു ആ മനുഷ്യരെ സ്വർഗ്ഗത്തിൽ സുന്ദരമായ ഒരു വീട് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുത്തനബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ നസ്തഗ്ഫിറു യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അധികരിപ്പിക്കുമല്ലോ നബിയേ. ആ വർത്താനത്തിന് വേറെ ചോദ്യമുണ്ട്. ഇപ്പൊ 1 ദിവസം 20 എണ്ണം ചൊല്ലിയാലോ? 2 എണ്ണം കിട്ടുമെന്നാ ചോദ്യേ. ദിവസം 30 എണ്ണം ചൊല്ലിയാലോ? 3 എണ്ണം കിട്ടുമോ? ദിവസം 100 എണ്ണം ചൊല്ലിയാൽ 10 എണ്ണം ലഭിക്കുമോ? ഉടനെ മുത്ത് ഹബീബ് പറഞ്ഞ മറുപടി, ഉമറേ അല്ലാഹു അക്സറു വഅത്യബു, നിങ്ങൾ എത്ര അധികരിപ്പിച്ചാലും നിങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അധികരിപ്പിക്കുന്നവൻ യജമാനനായ അല്ലാഹു ആണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തേ വേണ്ടി? 10 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് എല്ലാ ദിവസവും 10 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ 1.5 മിനിറ്റ് മതിയാവില്ലേ? അല്പം വേണ്ടി വരില്ല എല്ലാ ദിവസവും. പക്ഷെ അത് നമ്മളെ ഇടക്ക് മറക്കുവേ. ഒരു ദിവസം പെരയിലെ കല്യാണമാണ്, കുടുംബത്തിലെ കല്യാണം ഉണ്ട്. രാവിലെ മുതൽ കല്യാണം തിരക്കായി, വൈകുന്നേരം കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അതിന് നോമ്പ് തുറക്കാണ് കഴിഞ്ഞ് വന്നപ്പോ അതിന് പറ്റണ് കുഴങ്ങിക്കണ്. പിറ്റേ നേരം വജ്ജത്തടാ ഇന്നലെ ഖുൽ ഹുവല്ലാഹു എന്തായാലല്ലോ ഓതിരല്ലോ. അതാണ് നമ്മളെ പ്രശ്നം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര എളുപ്പമുള്ള കാര്യമാണ്. സ്വഹീഹായ ഹദീസാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം 1440 മിനിറ്റുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിൽ നിന്ന് ഒരു 2 മിനിറ്റ് മാറ്റിവെച്ചാൽ ദിവസവും മുടങ്ങാതെ 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ, എല്ലാ ദിവസവും ഒരാൾ മുടങ്ങാതെ അതോതിയാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നൽകപ്പെടുന്നതാണ്. 1. 2, തഫ്സീറുൽ ഖുർത്തുബിയിൽ നിന്ന് ഞാൻ ഹദീസ് വായിച്ചു തരാം. ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹാമീം അദ്ദുഖാൻ, ഒരാൾ സൂറത്തു ദുഖാൻ പാരായണം ചെയ്താൽ എന്ന് ലൈലത്തുൽ ജുമുഅത്തി യൗമൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു തവണ സൂറത്തു ദുഖാൻ ഓതിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ആ മനുഷ്യനും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം നൽകുന്നതാണ്. ഏതാ സൂറത്ത്? സൂറത്തു ദുഖാൻ. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. ഞാനത് ചെറിയ കുട്ടിയായിരുന്നു. ഇമ്മ ദുഖാന്, ഇദാ വഖഅതി, സജദ, തബാറക്കൊക്കെ ദിവസം ഓതാൻ പറയും. അന്ന് ഓതിയങ്ങാണ്ട് ദർസ് കോണിന്റെ മുമ്പ് കാണാതെ പഠിച്ചതാണ് ഇത് സൂറത്തുൽ ദുഖാൻ. എന്ന് ഓതിയാ മതി, ആഴ്ചയിൽ ഒരു വട്ടം. പക്ഷെ ഏത് ദിവസമാകണം? വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആകണം. പക്ഷെ നമ്മൾ മറക്കും. ഏറ്റവും എളുപ്പമുള്ള എന്താ കാര്യങ്ങൾ എപ്പോഴാണോ അൽക്കാഫ് ഓതേണ്ടത് അപ്പൊ തന്നെ അതിന് സമയം കണ്ടെത്തലാണ്. അത് പതിവാക്കിയാൽ മതി. അൽക്കാഫ് കഴിഞ്ഞേക്കിന് അല്ലെങ്കിൽ അൽക്കാഫിന്റെ മുമ്പ് എന്തോ ഓതി ശീലിക്കുക? സൂറത്തുൽ ദുഖാൻ ഓതി ശീലിക്കുക.
ആകെ 3 പേജാണുള്ളത്. 3 പേജ്, 3 കഷ്ണല്ല, എത്ര പേജ്? 3 പേജ്. ഒരു 3-4 മിനിറ്റ് സമയം മതി. ആഴ്ചയിൽ ഒരു തവണ 4 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അതൊരാൾക്ക് ആഴ്ചയിൽ മുഴുവൻ ചെയ്യാൻ പറ്റിയാലോ. അപ്പോഴും അയാൾക്ക് എന്തുണ്ട്? സ്വർഗത്തിൽ എന്തുണ്ട്? കൊട്ടാരുണ്ട്. നോക്കൂ, നിങ്ങളെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ മുത്തുനബി തങ്ങളുടെ സദസ്സിലിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഞങ്ങളോട് പറഞ്ഞു, സ്വഹാബാ, ഇന്നലത്തെ രാത്രി അല്ലാഹു എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നലത്തെ രാത്രി ഞാൻ സ്വർഗം കണ്ടല്ലോ. ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വളരെ സുന്ദരമായ കൊട്ടാരം ഞാൻ കാണുകയാണ്. ആ കൊട്ടാരത്തിന്റെ ചാരത്ത് നിന്ന് ഒരു സുന്ദരിയായ പെണ്ണ് വുളൂ ചെയ്യുന്നത് കാണുകയാണ്. ആ കൊട്ടാരത്തിന്റെ ചുറുക്ക് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളുക്കൊന്ന് കയറി വെക്കണം എന്തുണ്ട്? പൂതുണ്ട്. അതിന് കാവൽക്കാരും മലക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ർ, ആർക്കാണ് അല്ലാഹു ഈ കൊട്ടാരം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ലിഫതം മിൻ ഖുറൈശ്, ഇത് മക്കയിലെ ഖുറൈശികളിലെ ഒരു ചെറുപ്പക്കാരനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫദനന്തു അന്നീ ലഹു അന്നഹു ലി, ഞാൻ കരുതി നിന്നാ അത് ആരെന്നേക്കാരം, ഞാൻ തന്നെ കാരം, അത് എനിക്കുള്ള തന്നെ കറന്ന് കരുതി. എന്നാലൊന്ന് ചോദിക്കാൻ ഞാൻ ചോദിച്ചു, മൻഹുവാ, ആരാണ് ആ ഖുറൈശികളിലെ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ കാവൽക്കാര് പറഞ്ഞു കൊടുത്തു, നബിയേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദാരിക്കുള്ള കൊട്ടാരാണ്, ഉമറിനുള്ള കൊട്ടാരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നോക്കണേ നിങ്ങളെ, ഫദകർതു ഗീറതഹു, ആ ഉമറിന്റെ ആ പരുക്ക സ്വഭാവം ഉണ്ടല്ലോ, അതാ ചോർമ വന്നത്. അതുകൊണ്ട് വല്ലേത്ത് മുതിബിറ, ഞാൻ കയറാതെ അങ്ങോട്ട് തന്നെ പോന്നു. ഞാനെങ്ങാനും ഇവിടെ വന്നിട്ട് ഉമറെ എന്റെ കൊട്ടാരത്തിൽ ഞാൻ ഇന്നലെ കാര്യം എന്ന് പറഞ്ഞാ, നബി ആരെ പെങ്ങക്കാര് സമ്മതം തന്നു ചോദിച്ചാൽ മുറല്ലാനെ ചോദിക്കണോണ്ടല്ല, ആ സ്വഭാവത്തിന്റെ ഒരു കഠിനത അത് ഇഷ്ടപ്പെട്ട് പറഞ്ഞതാണ് നബി തങ്ങൾ. ഉമറെ എന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, അതാ ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാൻ എന്തായില്ല, കയറില്ല. ഉമർ ഇതങ്ങ് കേട്ടപ്പോ മദീന പള്ളിയിലിരുന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയുകയാണ്. എന്നിട്ട് ചോദിച്ചു, നബിയേ, അഗാറു അലൈക യാ റസൂലല്ലാഹ്, നിങ്ങളോട് ഞാൻ ഗീറത്ത് കാണിക്കുമോ? നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുമോ നബിയേ? മുഅ്മിനീങ്ങളെ, ദിവസവും 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യേണ്ടതാണ്. ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യേണ്ടതാണ്. ഈ 2 അമൽ ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ തന്നെ അയാൾക്ക് സ്വർഗത്തിൽ 2 കൊട്ടാരങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 2 കൊട്ടാരം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റും. ഈ 2 കാര്യം ദിവസവും, ഒന്ന് ദിവസവും ഒന്ന് ആഴ്ചയിലും ചെയ്താൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ മൂന്നാമത്തെ ഒരു കൊട്ടാരം കിട്ടാനൊരു മാർഗമുണ്ട്. അതിന് പരിശുദ്ധ റമളാൻ 21 രാവിലെ തറാവീഹ് നമസ്കാരമാണ്. പരിശുദ്ധ റമളാൻ 21 രാവിലെ ഒരാള് തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കൊക്കെ ആ കൊട്ടാരം തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെ മജ്ലിസ് അതിന് കാരണമായി ഖബൂലാക്കട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മഹത്തായ മജ്ലിസിലുള്ളവർ, ഞങ്ങളുടെ മജ്ലിസ് ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, എല്ലാവരുടെയും ഖൈറായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. സ്വർഗീയ കൊട്ടാരങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പതിവാക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. മരണപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കോടൂരുള്ള ആബിദ് അലി എന്ന് ചെറുപ്പക്കാരൻ തന്റെ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശംസു ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ആണ്ടാണ് അവരുടെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരനായ മരണപ്പെട്ട പള്ളത്തൻ അസംഗക്കാന്റെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ അവരുടെ വല്യമ്മയുടെ ആണ്ടാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ രോഗം സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ
ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ മജ്ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, വല്ലിപ്പാക്ക് വേണ്ടി, വല്യമ്മാക്ക് വേണ്ടി, ആർക്കൊക്കെ വേണ്ടിയാണ് ദുആ ചെയ്യാൻ പറഞ്ഞതെങ്കിലും അവരുടെയൊക്കെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ ഖബറിലേക്കും ഈ മജ്ലിസിന്റെ വെളിച്ചം നീ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് കണ്ട് സന്തോഷിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാവർക്കും നൽകണേ അല്ലാഹ്. റബ്ബേ വർഷത്തെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ റമദാനിൽ അവസാന പത്തിൽ നരകമോചനം നേടിയവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നിസ്കാരം അതിന് കാരണമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് അതിന് കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ അതിന് കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇഅ്തികാഫും നോമ്പും അതിന് കാരണമാക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.